ഹായ്, നിങ്ങൾ IVF ചെയ്തിട്ടുണ്ടോ? ഒരു ഗുഡ് ക്വാളിറ്റി എംബ്രിയോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സക്സസ് ആയിട്ട് ഒരു IVF കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അവിടെ വില്ലനായിട്ട് വരുന്നത് നമ്മുടെ എൻഡോമെട്രിയൽ തിക്നെസ് ആണ്. പലപ്പോഴും അതാണ് ഒരു റീസൺ ആയിട്ട് കണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് ആയുഷ്കാമി ആയുർവേദയിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് മരുന്ന് ഈ IVF ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യൻ കഴിക്കുന്നുണ്ടാവും. ആയുഷ്കാമി ആയുർവേദയിൽ മിനിമം മെഡിസിൻസിൽ നിങ്ങളുടെ എൻഡോമെട്രിയൽ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് കുറച്ചും കൂടി ബെറ്റർ ആക്കുക, യൂട്രസിനെ കുറച്ചും കൂടി ഹെൽത്തി ആക്കിയിട്ട് എൻഡോമെട്രിയൽ തിക്നെസ് കൂട്ടുന്നതാണ് ആയുഷ്കാമി ആയുർവേദയിൽ ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാ കേസസിലും IVF ചെയ്യേണ്ടതില്ല, ബട്ട് ചില കേസസിൽ നമ്മൾ IVF ഒഴിച്ചുവിടാൻ പറ്റാത്ത കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ പെട്ടിട്ട് എൻഡോമെട്രിയൽ തിക്നെസ് ഒന്നുകൊണ്ട് മാത്രം നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നതാണ്. തൊട്ട് വന്ന പേഷ്യൻസിന് 1 to 3 months തന്നെ സക്സസ് റേറ്റ് കിട്ടിയിട്ടുണ്ട്. എൻഡോമെട്രിയൽ തിക്നെസ് അവരെ കൂട്ടിയിട്ടുണ്ട്. ഏതൊരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണെങ്കിലും അതിൻ്റെ ഫൈനൽ ഔട്ട്കം സക്സസ് ആവാൻ വേണ്ടി തന്നെയാണ് എല്ലാ ഡോക്ടേഴ്സും എല്ലാ ബ്രാഞ്ചും പരിശ്രമിക്കുന്നത്. അപ്പോൾ എൻഡോമെട്രിയൽ തിക്നെസ് ഒന്ന് കൂടാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഇനി ബുദ്ധിമുട്ടണ്ട. തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക.